ഹലോ, പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ പരിപ്പ് രസം. ഇന്ന് വലുതായിട്ട് മീനൊന്നും കിട്ടിയില്ല, ചെറിയ കുറച്ച് പൊടിമീൻ മാത്രമേ ഉള്ളൂ. അത് വറുത്തും കൊണ്ട് പരിപ്പ് രസം ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ പരിപ്പ് രസത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ. അതിനായി കുറച്ച് സാമ്പാർ പരിപ്പെടുത്ത് കഴുകി വൃത്തിയാക്കി ഞാൻ കുക്കറിലിട്ട് വെള്ളമൊഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: സവാള, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, പുളിവെള്ളം. സവാളയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് കല്ലിലിട്ട് ഇടിക്കുകയോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുകയോ ചെയ്താൽ മതി കേട്ടോ. ചെയ്തിട്ട് തക്കാളി നന്നായിട്ട് കല്ലിലിട്ട് ചതച്ചാണ് ഞാൻ എടുത്തത്. വേണമെങ്കിൽ മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരു അടുപ്പ് കത്തിച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. ഉള്ളി, വെളുത്തുള്ളി, തക്കാളി ഇവയെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം കറിവേപ്പില ചേർത്ത് ഇളക്കി കൊടുത്തു. പിന്നെ അതിന് വേണ്ടുന്ന മുളക് പൊടി സാധനങ്ങളെല്ലാം: ലേശം മുളക് പൊടി, ലേശം മല്ലിപ്പൊടി, കായപ്പൊടി, കുരുമുളക് പൊടി, ഇത്തിരി ഉലുവാപ്പൊടി, ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. എന്നിട്ട് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം കായം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പില്ല, അത് നന്നായിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ച് ചേർക്കുക. എന്നിട്ട് ഉപ്പ് ചേർക്കുക. ഇവയെല്ലാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ഞാനങ്ങ് മീൻ വറുക്കാനായിട്ടിട്ടേ. എന്തായാലും രസം തിളയ്ക്കുമല്ലേ, അതിൻ്റെ കൂടെ മീനും കൂടെ വറുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മീൻ വറുക്കാനിട്ടു. ഇതാണ് തയ്യാറാക്കിയ രസവും ചോറും കൂട്ടി ഞാനൊന്ന് കഴിച്ച് നോക്കട്ടെ ഇന്നത്തെ ആഹാരം എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങളൊന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ രസം നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറ് കഴിക്കാനായിട്ട് ഇതും ഒരു വറുത്ത മീനോ അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചതോ ഒക്കെ ഉണ്ടെങ്കിൽ ധാരാളമായിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഞാൻ മിക്കവാറും മക്കൾക്ക് സ്കൂളിൽ കൊടുത്തുവിടും. അവർക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ വെക്കുന്ന രസം. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബായ്.